ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ക്വട്ടേഷൻ റേപ്പ് കേസിൽ കോടതി വിധി പറഞ്ഞിരിക്കുന്നു. കേസിൽ പ്രധാന കുറ്റാരോപിതനായിരുന്ന നടൻ ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടാണ് എറണാകുളം സെഷൻസ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. പ്രോസിക്യൂഷൻ കേസിൽ 8ാം പ്രതിയായി ചേർത്തിരുന്ന നടൻ ദിലീപിനെതിരെ ചുമത്തിയ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നതാണ് പ്രധാനം. മറ്റു പ്രതികളെല്ലാം ശിക്ഷിക്കപ്പെട്ടപ്പോഴും ദിലീപ് ഉൾപ്പെടെയുള്ള ചില പ്രതികൾ കുറ്റവിമുക്തരാക്കപ്പെട്ടു. തനിക്കെതിരെ പോലീസ് നടത്തിയ ക്രിമിനൽ ഗൂഢാലോചനയായിരുന്നു ഈ കേസെന്നാണ് ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം പ്രതികരിച്ചത്. പോലീസിനെതിരെയും മുൻ IGP സന്ധ്യക്കെതിരെയും കടുത്ത ആരോപണം കൂടി കോടതി മുറി വിട്ട് പുറത്തെത്തിയ ദിലീപ് ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ന് കോടതി മുറിക്കുള്ളിൽ സംഭവിച്ചത് ഇതൊക്കെയാണ്. ഇന്നത്തെ ആദ്യത്തെ കേസായി തന്നെ നടിയെ ആക്രമിച്ച കേസാണ് കോടതി പരിഗണിച്ചത്. ആദ്യം കേസിലെ ദിലീപ് അടക്കം 10 പ്രതികളെയും പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തി. ഇതിനുശേഷമാണ് കോടതി വിധി പ്രസ്താവിച്ചു തുടങ്ങിയത്. ആദ്യം ഇംഗ്ലീഷിലും പിന്നീട് മറ്റു പ്രതികൾക്ക് ബോധ്യപ്പെടാനായി മലയാളത്തിലും കോടതി ഇത് വിശദീകരിച്ചു. കേസിലെ 8ാം പ്രതി ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത്. 1 മുതൽ 6 വരെയുള്ള പ്രതികളെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. 7, 8, 9, 10 പ്രതികളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് കോടതി ആദ്യഘട്ടത്തിൽ വിധി പ്രസ്താവം നടത്തിയത്. അതിനുശേഷമാണ് 7 മുതലുള്ള പ്രതികളിലേക്ക് വന്നത്. 7ാം പ്രതിയായ ചാർലിയെ ആദ്യം വെറുതെ വിട്ടു. പിന്നീട് ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം നിലനിൽക്കുന്നതല്ല എന്ന് കോടതി പറഞ്ഞു. വിധി പ്രസ്താവം കേട്ടയുടനെ തൊഴുതു നിൽക്കുകയായിരുന്നു ദിലീപ്. വിധി കേട്ട് ദിലീപിന്റെ സഹോദരൻ അനൂപും ആശ്വാസത്തോടെ നിന്നു. തന്നെ വെറുതെ വിട്ടുവെന്നും ശിക്ഷ ഇല്ല എന്നും ഉറപ്പായതോടെ വലിയ ആശ്വാസത്തോടുകൂടിയാണ് ദിലീപ് പിന്നീടുള്ള വിധി പ്രസ്താവം കേട്ടുനിന്നത്. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരാണ് എന്നും അവർക്കെതിരെയുള്ള എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞു എന്നുമാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണി M. വർഗീസിന്റെ വിധിന്യായത്തിൽ പറയുന്നത്. NS സുനിൽകുമാർ എന്ന പൾസർ സുനി, മാർട്ടിൻ ആന്റണി, B. മണികണ്ഠൻ, VP വിജീഷ്, H. സലീം എന്ന വടിവാൾ സലീം, പ്രദീപ് എന്നീ പ്രതികളാണ് കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയത്. കുറ്റക്കാരായി കണ്ടെത്തിയ പ്രതികൾക്കുള്ള ശിക്ഷ 12-നാണ് വിധിക്കുന്നത്. 8ാം പ്രതി ദിലീപിനെയും ദിലീപിന്റെ സുഹൃത്ത് ശരത്തുമടക്കം കേസിലെ 7 മുതലുള്ള പ്രതികളെ കോടതി വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ട്. ബലാത്സംഗം, ഗൂഢാലോചന, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അന്യായ തടങ്കൽ, ബലപ്രയോഗം, തെളിവ് നശിപ്പിക്കൽ, അശ്ലീല ചിത്രമെടുക്കൽ, പ്രചരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത്. കേസിൽ 1 മുതൽ 6 വരെ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചപ്പോൾ മറ്റു പ്രതികളുടെ കാര്യത്തിൽ കോടതിയിൽ അവർ സമർപ്പിച്ച തെളിവുകൾ സമ്പൂർണമായി പരാജയപ്പെടുന്നതാണ് കണ്ടത്. കേസിലെ 1 മുതൽ 6 വരെ പ്രതികളായവരുടെ പങ്ക് സംശയാസ്പദമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചു. എന്നാൽ 1 മുതൽ 6 വരെ പ്രതികളെ ദിലീപുമായി ബന്ധിപ്പിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. കേസിന്റെ വിചാരണയ്ക്കിടെ 28 പേരാണ് കൂറുമാറിയത്. ഗൂഢാലോചന കുറ്റമായിരുന്നു ദിലീപിനെതിരെ ചുമത്തിയിരുന്നത്. മുഖ്യപ്രതി പൾസർ സുനിയുമായുള്ള ദിലീപിന്റെ ബന്ധവും ദിലീപ് ഗൂഢാലോചന നടത്തി എന്ന് തെളിയിക്കുന്ന തെളിവുകളും അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും ഹാജരാക്കിയിരുന്നു. എന്നാൽ ഈ തെളിവുകളോ സാക്ഷിമൊഴികളോ കോടതിയിൽ നിലനിന്നില്ല എന്ന് വേണം കരുതാൻ. തനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്നായിരുന്നു തുടക്കം മുതൽ ദിലീപ് ഉന്നയിച്ചിരുന്നത്. ഇത് തെളിയിക്കുന്ന തരത്തിലുള്ള വിധിയാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതും. മലയാളികളെ ഞെട്ടിച്ച ഈ സംഭവത്തിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട് എന്ന് ആദ്യം വെളിപ്പെടുത്തിയത് നടി മഞ്ജു വാര്യരായിരുന്നു. കൊച്ചിയിൽ ചലച്ചിത്ര പ്രവർത്തകർ അതിജീവിതയ്ക്ക് പിന്തുണയർപ്പിച്ച് ചേർന്ന യോഗത്തിലായിരുന്നു മഞ്ജു വാര്യർ ഇക്കാര്യം ഉന്നയിച്ചത്. അന്ന് മഞ്ജു വാര്യർ ഉന്നയിച്ച ആ ഗൂഢാലോചന സിദ്ധാന്തം പിന്നീട് അതിജീവിത നൽകിയ അഭിമുഖങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. കേസിലെ മുഖ്യപ്രതിയായ ഒരു നടന് മറ്റൊരു നടിയുമായി ഉണ്ടായിരുന്ന അടുപ്പത്തെപ്പറ്റി അദ്ദേഹത്തിന്റെ ഭാര്യയായ നടി ചോദിച്ചപ്പോൾ ഒന്നും ഒളിച്ചുവെക്കാൻ തോന്നിയില്ല എന്നും അറിയാവുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞുവെന്നും അതിജീവിത പലപ്പോഴായി വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. ഇന്ന് കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം ആദ്യം ദിലീപ് പറഞ്ഞതും അതുതന്നെയാണ്. മഞ്ജു അമ്മ സംഘടനയുടെ യോഗത്തിൽ ഗൂഢാലോചന സിദ്ധാന്തം പ്രസംഗിച്ചതിന് ശേഷമാണ് തനിക്കെതിരെ ഗൂഢാലോചന ആരംഭിച്ചത് എന്നാണ് ദിലീപ് പറഞ്ഞു വെക്കുന്നത്. അന്നത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും മറ്റ് പോലീസുകാരും ചേർന്നാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് എന്നും തന്റെ കരിയർ നശിപ്പിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യമെന്നുമാണ് ദിലീപ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിനായി മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ച് പോലീസ് കള്ളക്കഥ മെനഞ്ഞുവെന്നാണ് ദിലീപിന്റെ ആരോപണം.
കേസിനാസ്പദമായ സംഭവം നടന്ന് ദിലീപിന്റെ പേര് കേസിൽ ഉൾപ്പെട്ടതിന് ശേഷം ഇക്കഴിഞ്ഞ 8 വർഷത്തിനിടെ ആദ്യമായാണ് ദിലീപ് ഈ ഒരു വിഷയത്തിൽ പ്രതികരണം നടത്തുന്നത്. 2017 ഫെബ്രുവരി 17 അങ്കമാലിയിൽ വെച്ച് വാഹനത്തിൽ അതിക്രമിച്ചു കയറി നടിയെ പീഡിപ്പിക്കുകയും അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തുവെന്നാണ് കേസ്. 8 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ വിധി വന്നത്. കോവിഡ് ലോക്ക്ഡൌണിന് പുറമെ പ്രതികളിൽ ഒരാളായ നടൻ ദിലീപും പ്രോസിക്യൂഷനും അതിജീവിതയും പലതവണ മേൽക്കോടതികളിൽ നൽകിയ ഉപഹർജികളും അപ്പീലും വിചാരണ നീണ്ടുപോകാൻ ഒരു കാരണമായി. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ മാസങ്ങളോളം വിചാരണ നിർത്തിവെച്ചതാണ് തുടരന്വേഷണം നടത്തിയത്. പ്രമുഖ നടീനടന്മാരും സംവിധായകരും ഉൾപ്പെടെ 261 സാക്ഷികളെ വിസ്തരിക്കാൻ മാത്രം 438 ദിവസം വേണ്ടിവന്നു. ഇതിൽ സിനിമാക്കാരും നടൻ ദിലീപിന്റെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളുമായ 28 പേർ മൊഴിമാറ്റി. മൊഴികളിൽ വ്യക്തത വരുത്താനുള്ള തുടർവാദങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും വേണ്ടി 294 ദിവസം കൂടി കോടതിക്ക് വേണ്ടിവന്നു. ഫോറൻസിക് റിപ്പോർട്ടുകളടക്കം പ്രോസിക്യൂഷൻ ഹാജരാക്കിയ 833 രേഖകളും സൂക്ഷ്മമായി പരിശോധിച്ചാണ് പ്രതിഭാഗത്തിന്റെ വാദങ്ങളും രേഖപ്പെടുത്തിയത്.